ഇവിടെ അതിനെക്കാട്ടി വലിയ പ്രശ്നം നടക്കാൻ പോവാ. എന്ത് പ്രശ്നമോ? നമ്മളിപ്പോ എവിടാ പോയത്? സിനിമയ്ക്ക്. ആരുടെ കാശ് കൊണ്ടാ പടം കണ്ടത്? ഷിബുവിന്റെ. ഷിബു എന്തിനാ കാശ് നമുക്ക് തന്നത്? അരി വാങ്ങിക്കാൻ. ആന്നോ? അരി മേടിച്ചോ? അവന്റെ വണ്ടിയുടെ പെട്രോളും തീർത്ത് കൊണ്ട് വെച്ചോ? അവിടെ ചെല്ലുമ്പോ എന്തെങ്കിലും ഒരു കഥ പറയണം. അയ്യോ, കഥയൊന്നും പറയണ്ട, അവൻ പോയി പടം കാണട്ടെ. പിന്നെ നമ്മൾ ഇനി ട്വിസ്റ്റ് പറഞ്ഞെന്നും പറഞ്ഞോണ്ട് അവൻ നമ്മുടെ കിട്ടു. എന്റെ വണ്ടി പിന്നെ അവിടെ പോയിക്കണ രണ്ടും. ഷിബു സംഭവം എന്തോന്ന് പറഞ്ഞ ഞങ്ങള് നീ പറയണ്ട, നീ പറ. ഞാനല്ല പറയണ്ടേ, ഇവനാ പറയണ്ടേ. പറടാ. എന്താ പറയണ്ടേ? എന്തെങ്കിലും ഗുണം പറയണം. പിന്നെന്താ സിനിമയുടെ പറയട്ടെ. കൊല്ലു ഞാൻ പട്ടി. പറ. അത് പിന്നെ ഇന്ന് അരി വാങ്ങിക്കാൻ പോയപ്പോ എനിക്ക് ഇച്ചിരി പോപ്കോൺ തിന്നണമെന്ന് തോന്നി. അപ്പോ ഞങ്ങൾ കുറെ കടകളിൽ കയറി ഇറങ്ങിയപ്പോ അവിടെ ഒന്നും പോപ്കോൺ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു കടയിൽ ചെന്നപ്പോ അവിടത്തെ മാമൻ പറഞ്ഞ് തിയേറ്ററിലെ പോപ്കോൺ കിട്ടത്തുള്ളെന്ന്. അങ്ങനെ തിയേറ്ററിൽ ചെന്ന് വെച്ചപ്പോ അവര് പറയാ ഇന്റർവെല്ലിലെ പോപ്കോൺ കൊടുക്കത്തുള്ളെന്ന്. അല്ലേ? ഇന്റർവെൽ വരെ ഞങ്ങൾ മനസ്സിലോടെ ആ പടം ഇരുന്ന് കണ്ട്. ഇന്റർവെൽ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയ പോപ്കോൺ ചോദിച്ചപ്പോ അവര് പറയാ പോപ്കോണിന് 100 രൂപയാന്ന്. വാങ്ങിക്കാതെ നിവൃത്തിയില്ലല്ലോ. ഞങ്ങൾ പിന്നെ പോപ്കോൺ വാങ്ങിച്ചിട്ട് പടം പകുതി വരെ കണ്ടില്ലേ, അതുകൊണ്ട് ബാക്കി ഇവിടെ ഇരുന്നും കണ്ട്. പടം കഴിഞ്ഞ് വെളിയിറങ്ങിയപ്പോഴത്തേക്ക് പകുതി വഴി ആയപ്പോഴത്തേക്ക് പെട്രോൾ തീർന്നു. പിന്നെ ഞങ്ങൾ ഉന്തിക്കൊണ്ടാ വന്നത്. കൊള്ളപ്പോ നിങ്ങൾ പെട്രോൾ നിർത്താം. പെട്രോളിന്റെ കാര്യം അവൻ ചോദിച്ചില്ലായിരുന്നല്ലോ. പറയുമ്പോ എല്ലാം പറയണമല്ലോ. ആരാ? ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ. അല്ലല്ല, സബ് ഇൻസ്പെക്ടർ സർക്കിൾ. അല്ലെന്ന്. പിന്നെന്താ സ്ക്വയറാ? കളയാത് ഒരു ആശുപത്രിയിലൊക്കെ ഒരു മറ്റേ കമ്പൗണ്ടർ. ഇയാളുടെ പേരെന്തായിരുന്നു? ഭവാനിയമ്മയാണോ? ഭവാനിയമ്മ. ഭവാനിയമ്മയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. അത് ശരി, എത്ര പ്ലസ് ഉണ്ട്? ഭവാനിയമ്മ കോവിഡ് പോസിറ്റീവാണ്. നിങ്ങൾക്ക് ആർക്കും ഞെട്ടലില്ലാത്ത? അയ്യോ ഞെട്ടാൻ വിട്ടുപോയി. സാറിന് കൊടുത്തു കഴിഞ്ഞാൽ സാറ് നാളെ സാനിറ്റൈസ് ചെയ്ത് നമുക്ക് തിരിച്ചു കൊണ്ട് തരുമായിരിക്കും അല്ലേ? കറക്റ്റ്. ഹെൽത്തിലായിരുന്നു അച്ഛൻ. ഉപ്പൊട്ടൂലല്ല, വേണമെങ്കിൽ എരിവ് കുറച്ചും കൂടി ഇട്ടോട്ടാ. ഇത് പായസമാ. ദർശനം നടത്താറില്ലേ? മക്കളമ്മച്ചിയെ കാണാൻ കണ്ടില്ലേ? അമ്മച്ചിയോട് വന്ന് സംസാരിക്കാഞ്ഞ്. എനിക്കറിയില്ല അമ്മച്ചിയുടെ വീട് ഭവാനി എന്നാണെന്നും പേരപ്പുറത്തെ ലൈനിലാണ്. നാരായണ, എന്റെ കുഞ്ഞുങ്ങളുടെ അടുത്ത് നീ കറക്റ്റ് ആയിട്ട് കൊണ്ടെത്തിച്ചല്ലോ. അല്ലെങ്കിലും വരാനുള്ളൊന്നും വഴി തങ്ങൂല്ലോ, ഓട്ടോ പിടിച്ചാണല്ലോ അവിടെ എത്തിക്കോളൂ. മൂത്തരോട് തർക്കുത്തരം പറയുന്നത് കാലി വേണ്ട. വേണ്ട, കുഞ്ഞിനെ അറിയാതെ പറ്റിയല്ലേ. അയ്യോ, എന്റെ ശ്രീകുട്ടനെ പോലെ തന്നെ തറുതല. അമ്മച്ചി വയ്യാത്ത കാലും വെച്ച് നിങ്ങളെയൊക്കെ എവിടൊക്കെ അന്വേഷിച്ചു എന്നറിയോ? അയ്യോ, കാല് വയ്യാത്ത അമ്മച്ചിയാടാ, ഒരു 100 രൂപ എടുത്തു കൊടുത്തേ. അയ്യോ, തെണ്ടാമെന്നല്ല. അല്ല, ഇത് വെക്ക്, അടുത്ത ഓണത്തിന് അമ്മച്ചി ഇവിടെ ഉണ്ടായില്ലെങ്കിലോ. അമ്മച്ചി അങ്ങനെയൊന്നും പറയല്ലേ അമ്മച്ചി. വെരി നാച്ചുറൽ.